Hi dear students. NCERT ടെക്സ്റ്റ്ബുക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾഡ് എക്സാമ്പിൾ, എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നീറ്റ് പരീക്ഷകളെ അനലൈസ് ചെയ്യുമ്പോൾ, JEE എക്സാമുകള് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ ക്വസ്റ്റ്യൻസ് ആർ ഹെവിലി ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്ക്. എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ അതേ ക്വസ്റ്റ്യൻസ് സോൾഡ് എക്സാമ്പിൾ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യല് വളരെ അനിവാര്യമാണ്. അതിന്റെ ഭാഗമായാണ് നമ്മൾ ഈ ഒരു എഫേർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വേവ് ഒപ്റ്റിക്സിലെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസിനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി അതിന്റെ ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആദ്യം സമ്മറി കാണാം, അതിനുശേഷം പോയിന്റ്സ് ടു പോണ്ടർ എന്നൊരു പാർട്ട് ഉണ്ട്, അതിനുശേഷമാണ് എക്സസൈസ് വരുന്നത്, അതിനുശേഷം അഡീഷണൽ എക്സസൈസ്. ഇപ്പോ വേവ് ഒപ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സമ്മറിയിൽ 6 പോയിന്റ്സോളം നിങ്ങൾക്ക് സമ്മറിയിൽ കാണാൻ കഴിയും. അതിനുശേഷം 5 പോയിന്റ്സ് ടു പോണ്ടർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എക്സസൈസിൽ യു ക്യാൻ സി 10 ക്വസ്റ്റ്യൻസ്. അഡീഷണൽ എക്സസൈസിൽ 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ മൊത്തം എക്സസൈസിൽ 21 ചോദ്യങ്ങളാണുള്ളത്. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, എല്ലാ ക്വസ്റ്റ്യനും MCQന് പ്രസക്തിയുള്ള ചോദ്യങ്ങളല്ല. ചിലത് ചില ധാരണകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ചില ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് MCQനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ചില ചോദ്യങ്ങളിൽ തന്നെ ഒരു ചോദ്യത്തിന് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റിനെ തന്നെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4, 5, 6 MCQന് പ്രസക്തിയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 589 നാനോമീറ്റർ ഈസ് ഇൻസിഡന്റ് ഫ്രം എയർ ഓൺ വാട്ടർ സർഫസ്. എന്നിട്ടോ സ്പീഡ് ഓഫ് റിഫ്ലക്റ്റഡ് റേ ആണ് കേട്ടോ. സ്പീഡ് ഓഫ് റിഫ്ലക്റ്റഡ് റേ ഈസ് ഈക്വൽ ടു ദ ഇൻസിഡന്റ് റേ. കറക്റ്റ് ആണ്. ഇൻസിഡന്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും സ്പീഡ് സെയിം ആണ്. Frequency of refracted ray is equal to that of incident ray. Yes, during refraction frequency remains constant. Frequency of reflected ray is equal to that of the incident ray. ഓ, അതും ശരിയല്ലേ? റിഫ്ലക്റ്റഡ് റേക്കും ഇൻസിഡന്റ് റേക്കും ഫ്രീക്വൻസി സെയിം ആണ്. റിഫ്രാക്റ്റഡ് റേക്കും ഇൻസിഡന്റ് റേക്കും ഫ്രീക്വൻസി സെയിം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് ആൻസർ? ഓൾ ഓഫ് ദീസ് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നോക്കുക, അതിൽ ഏതാണ് കറക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. വേവ് ഫ്രണ്ട് ഫ്രം എ പോയിന്റ് ലൈറ്റ് സോഴ്സ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. നോ, പോയിന്റ് ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്? അത് സ്പെരിക്കലാണ്, നിങ്ങൾക്കറിയാതെ. പിന്നെയോ ലൈറ്റ് എമേർജിംഗ് ഔട്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് വെൻ എ പോയിന്റ് സോഴ്സ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫോക്കസ് ഈസ് സ്പെരിക്കൽ. നോക്കൂ, കോൺവെക്സ് ലെൻസ്, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഇറ്റ്സ് എ കോൺവെക്സ് ലെൻസ്. എന്നിട്ടോ ലൈറ്റ് സോഴ്സ് എവിടെ വെച്ചിട്ടുള്ളത്? പോയിന്റ് സോഴ്സ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫോക്കസ്. ഫോക്കസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ സപ്പോസ് ഇതാണ് ഫോക്കസ് എന്ന് വിചാരിക്കുക, ഫോക്കസിലാണ് ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുക? ലൈറ്റ് റേസിനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക? ലൈറ്റ് റേസ് ആണെങ്കിൽ നോക്കൂ, ഈ ലൈറ്റ് റേ നോക്കൂ സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്യും. റെഡി? ഇവിടെ നോക്കൂ, ലൈറ്റ് റേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പാരലൽ. യെസ്, യു നോ ദാറ്റ്. കാരണം ദ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. പാരലൽ ലൈറ്റ് റേസ് ആണ് വരുന്നതെങ്കിൽ ഫോക്കസിലേക്കല്ലേ വരിക. അപ്പൊ ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് പോകും. അപ്പൊ എമർജന്റ് ലൈറ്റ് റേസ് എങ്ങനെ പോകുന്നത്? പാരലൽ ലൈറ്റ് റേസ് ആണ്. അപ്പൊ തന്നെ നമുക്ക് വേവ് ഫ്രണ്ടിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. വേവ് ഫ്രണ്ട്സ് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ലൈറ്റ് റേസ്. അപ്പൊ ഇവിടുത്തെ വേവ് ഫ്രണ്ട് എങ്ങനെ ഉണ്ടാവുക? ഇവിടെ പാരലൽ പ്ലെയിൻ ആയിട്ടല്ലേ ഉണ്ടാവുക? പ്ലെയിൻ അല്ലേ? ഇവിടെ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ആണ് ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? Light emerging out of a convex lens when a point source is placed at its focus is spherical. തെറ്റാണ്. അടുത്ത്, the portion of wavefront of light from a distant star intercepted by the earth is plane. Okay, that's correct. That's really correct. Option C correct ആണ്. പക്ഷെ ഓപ്ഷൻ ബി കറക്റ്റ് അല്ല. കാരണം പിന്നെ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സോഴ്സ് ആണ്. ഡിസ്റ്റൻസ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താ? പ്ലെയിൻ ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ദ സോഴ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്നത് ശരിയല്ല. ബി തെറ്റാണ്, സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ക്വസ്റ്റിനും കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റക്കാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് എന്റെ സൊല്യൂഷനിലേക്ക് വരേണ്ടത്. ആദ്യമേ സൊല്യൂഷൻ കേൾക്കാൻ ശ്രമിക്കരുത്.
ഓക്കെ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 1.5 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല എന്ന് നമുക്കറിയാം, വി നോ ദാറ്റ്. എന്നിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ്. ഓക്കെ, എല്ലാം സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ് ആണ്. അപ്പൊ നമുക്കറിയാം അതെങ്ങനെ ചെയ്യാം. n is equal to c/v ആണ്. അപ്പൊ v is equal to c/n, that is 3 × 10⁸ divided by 1.5. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. and that is equal to നമുക്ക് എത്ര ആൻസർ കിട്ടാം. that is equal to 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ 1.5 × 10⁸ തെറ്റാണ്, 3 × 10⁸ തെറ്റാണ്, 2 × 10⁸ എന്ന് കാണുമ്പോഴേക്കും ഇതാണ് ആൻസർ എന്ന് പറയരുത്. പക്ഷെ ഇവിടെ യൂണിറ്റ് എന്താ തന്നെ നോക്കും, മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 × 10⁸ ആണെങ്കിൽ നമുക്ക് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടണമായിരുന്നു, പക്ഷെ ഇവിടെ മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്, തെറ്റാണ്. ഇനി ഇവിടെ എന്താ 2 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ചെക്ക് ചെയ്യാം. 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁸. മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? 10⁻³ കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 10.3 ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈറ്റ് ലൈറ്റ് ഈസ് ഇൻസിഡൻസ് ഓൺ എ പ്രിസം. പ്രിസത്തിലേക്ക് വൈറ്റ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു. പ്രിസത്തിലേക്ക് വൈറ്റ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം ഡിസ്പേർഷൻ ഉണ്ടാവും അല്ലേ? ഇൻസിഡന്റ് ചെയ്യുന്നത് വൈറ്റ് ആണെങ്കിലും പ്രിസത്തിലൂടെ പാസ് ചെയ്യുന്നത് 7 കളേഴ്സ് ആയിട്ടാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം തൽക്കാലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താ? വയലറ്റ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ. നോക്കൂ, ആർക്കാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഉണ്ടാവുക? ഏത് കളറിനാണ്? അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. λv ലെസ് ദാൻ λg ലെസ് ദാൻ λr. അതുപോലെ nv ഗ്രേറ്റർ ദാൻ ng ഗ്രേറ്റർ ദാൻ nr. cv ലെസ് ദാൻ cg ലെസ് ദാൻ cr. നൗ ലാസ്റ്റ് fv ലെസ് ദാൻ fg ലെസ് ദാൻ fr. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. ഒറ്റ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുള്ളൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രമാണ് വയലറ്റിന് കൂടുതൽ, ബാക്കിയൊക്കെ വയലറ്റിന് എന്താണ് കുറവാണ്. ഇൻ ബിറ്റ്വീനിൽ ബാക്കി കളേഴ്സ് ഉണ്ട്. ഞാൻ വയലറ്റ്, ഗ്രീന്, റെഡ് എന്നുള്ള ആ ഓർഡർ ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിന്റ് കിടക്കുന്നത് ഇവിടെയാണ്. യെസ്, ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കാം വയലറ്റിന്, കുറവായിരിക്കാണ് റെഡിന്. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്ന് വെച്ചാൽ ആ മീഡിയം ലൈറ്റിന്റെ വെലോസിറ്റിക്ക് കൊടുക്കുന്ന ഓപ്പോസിഷൻ കുറവാണെന്നാണ് അതിന്റെ അർത്ഥം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ കുറവാണ്. ദാറ്റ് മീൻസ് അവർക്ക് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നു. അപ്പൊ ആർക്കാണ് ഇവിടെ ഓപ്പോസിഷൻ ഏറ്റവും കൂടുതൽ? വയലറ്റിന്. ഏറ്റവും കുറവായിരിക്കാണ്? അത് റെഡിനാണ്. റെഡിനാണ് ഓപ്പോസിഷൻ കുറവ്. അപ്പൊ ആരെ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക? റെഡ് ആണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക. റെഡ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ. മനസ്സിലായോ? വേറെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ. അത് ശരിയാണോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെഡിന് കുറവാണ്, അതുകൊണ്ടാണ് റെഡ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തത്. ഓൾ കളേഴ്സ് ട്രാവൽ വിത്ത് സെയിം സ്പീഡ്. ശരിയാണോ? അല്ല, മീഡിയത്തിലെ എല്ലാ കളറും ഒരേ സ്പീഡിലല്ല ട്രാവൽ ചെയ്യും. ടെക്സ്റ്റ് ബുക്കിലെ 10.4 ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.28 millimeter. 0.28 millimeter സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. ആൻഡ് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1.4 meter away. സ്ക്രീൻ ഡിസ്റ്റൻസ് തന്നുണ്ട്. The distance between central bright fringe and fourth fringe is measured to be 1.2 centimeter. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ തന്നിരിക്കുന്നത്. ഒന്നുകൂടി നോക്കൂ. അത് the distance between the central bright fringe and fourth bright fringe is measured to be 1.2 centimeter എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം സെൻട്രൽ മാക്സിമം. The wavelength of light used in the experiment is. wavelength ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. സിമ്പിൾ. കാരണം nth ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. അപ്പോൾ yn is equal to n capital D lambda divided by small d. റെഡിയാണല്ലോ? വേർ n is equal to 0, 1, 2 etc. ഈ ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ലാംഡയാണ്. അപ്പൊ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
yn തന്നിരിക്കുന്നത് 1.2 സെന്റിമീറ്റർ. അപ്പോൾ 1.2 into 10⁻². That is n is 4, capital D is 1.4 ആണല്ലോ. Then lambda ആണ് കണ്ടെത്തേണ്ടത്, divided by slit separation. Direct substitution ആണ്. 0.28 into 10⁻³ എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ, therefore lambda is equal to lambda നമുക്ക് അവിടെ നിർത്തി ബാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1.2 ഓൾറെഡി ഇവിടെ ഉണ്ട്. 1.2 into 10⁻² into 0.28 into 10⁻³ whole divided by 4 into 1.4 എന്ന് കിട്ടും. 4 into 1.4. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ആൻസറിലേക്ക് നോക്കുന്ന സമയത്ത് 400, 500, 600. ഓക്കെ, ഒരു 100ന്റെ ഡിഫറൻസിലാണ്. ഓക്കെ, നാനോമീറ്ററിലാണ്. ഒരു 100ന്റെ ഡിഫറൻസ് നമുക്ക് അവിടെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നോക്കും, ഇപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസിനെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ശരിയല്ലേ? ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ 4 ഉണ്ട്, ഇത് 1.2. 12ൽ 4 എത്ര ഉണ്ട്? 3 ഉണ്ട്. 12ൽ 4 3. അപ്പൊ 1.2ൽ 4, അപ്പൊ 0.3 ആയി. ശരിയല്ലേ? ഓക്കെ, 0.3. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെ 1.4 ഉണ്ട് ഡിനോമിനേറ്ററിൽ. 14ന്റെ ഡബിൾ അല്ലേ 28? 14ന്റെ ഡബിൾ ആണല്ലോ 28. അപ്പോ ഇവിടെ 28ൽ 14 എത്ര ഉണ്ട്? 2 അല്ലേ? ഇനി എത്ര ഡെസിമൽ പ്ലേസ് ആണ്? ഒരു ഡെസിമൽ പ്ലേസ് ക്യാൻസൽ ചെയ്തു. അപ്പോ ബാക്കി എത്ര? 1. ക്ലിയർ ആണല്ലോ അല്ലേ? അവിടെ 0.28ൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, 1.4ൽ ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അപ്പോൾ ക്ലിയർ ആയി. റെഡി. 0.2 കിട്ടി. ഇനി നമുക്ക് ആരാ അവിടെ ഉള്ളത് നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ ഇപ്പോൾ 0.2 0.3. ദാറ്റ് മീൻസ് 2 ഡെസിമൽ പ്ലേസ് വേണം. 0.06 into 10⁻⁻5. ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്യാം. അപ്പോ 2, കാരണം നമുക്ക് നാനോമീറ്ററിലല്ലേ, നാനോമീറ്ററിലാവുമ്പോൾ 10⁻⁻9. അത് ഞാൻ ആദ്യമേ അവിടെ എഴുതി. ഓക്കെ, അപ്പോൾ 10⁻⁻9 ആവണമെങ്കിൽ ഇവിടെ ഓൾറെഡി നമുക്ക് -5 ഉണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് 4 ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ആയി കഴിഞ്ഞാൽ 6 ആയി. പിന്നെ 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ശരിയല്ലേ? ഓക്കെ, ദാറ്റ് മീൻസ് 600 നാനോമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. കിട്ടിയിട്ടുണ്ടോ? ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് യൂസിംഗ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. ആ വേവ് ലെങ്ത്തിന് ലാംഡ തന്നെയാണ് തന്നിട്ടുള്ളത്. The intensity of light at a point on the screen where path difference is lambda is k units. Okay. അപ്പൊ സ്ക്രീനിലെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സ്ലിറ്റുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകൾക്ക് ഉണ്ടാവുന്ന പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ ഇന്റൻസിറ്റി k യൂണിറ്റ്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. The intensity of light at a point where path difference is lambda by 3 is. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് യൂസിംഗ് മോണോക്രോമാറ്റിക് ലൈറ്റ്. അപ്പൊ നമുക്ക് ഒരു കാര്യം നമുക്ക് അസ്യൂം ചെയ്യാം, 2 സ്ലിറ്റുകളുടെയും ഇന്റൻസിറ്റി ഈക്വൽ ആയിട്ട് എടുക്കാം. 2 സ്ലിറ്റുകളുടെയും ഇന്റൻസിറ്റി നമുക്ക് I0 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. I is equal to I1 plus I2 plus 2 root I1 root I2 cos phi. ഇവിടെ രണ്ടിന്റെയും ഇന്റൻസിറ്റി നമ്മൾ ഈക്വൽ എടുക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതേതാണ്? I equal to 4I0 cos square 5/2. ശരിയല്ലേ? cos square 5/2. യെസ്, ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 4I0 cos square. നോക്കൂ, 5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 5 കണ്ടെത്തണം. പകരം എന്ത് തന്നിട്ടുണ്ട്? ഡെൽറ്റ എക്സ് പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്, അത് ലാംഡ. അപ്പൊ ലാംഡ തന്നു കഴിഞ്ഞാൽ 5 is equal to ആരാ? 2π/λ into ഡെൽറ്റ എക്സ്. That is equal to 2π/λ. ഇവിടെ ഡെൽറ്റ എക്സ് എത്രയാണ്? ലാംഡ. അപ്പൊ ഈക്വൽ ടു എത്ര? 5 is 2π. അപ്പൊ therefore നിങ്ങൾക്ക് എന്താ ഇവിടെ കിട്ടുക? 2π divided by 2 എന്ന് കിട്ടും. ശരിയല്ലേ? 2 ക്യാൻസൽ ചെയ്തു. cos 180 എത്ര? -1 -1 സ്ക്വയർ. അപ്പൊ ഈക്വൽ ടു 4I0 എന്ന് വെച്ചാൽ ഈ 4I0 ആണ് ക്വസ്റ്റ്യൻ എന്ത് വിളിച്ചത്? k എന്ന് വിളിച്ചത് അല്ലേ? The intensity of light at a point on the screen where path difference is lambda is k units. അപ്പൊ ഇതിനെയാണ് k യൂണിറ്റ് എന്ന് ക്വസ്റ്റ്യൻ വിളിച്ചത്.
ഇനി നമ്മളോട് പറഞ്ഞത് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് വേർ പാത്ത് ഡിഫറൻസ് ഈസ് λ/3 ഉള്ള സ്ഥലത്താണ് പാത്ത് ഡിഫറൻസ് ആണ് കണ്ടെത്തേണ്ടത്. സോറി, λ/3 പാത്ത് ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് ഇന്റൻസിറ്റി ആണ് കണ്ടെത്തേണ്ടത്. therefore I is equal to 4I0 again cos square, അവിടുത്തെ 5 കാണണം. അതെങ്ങനെ? again 5 is equal to 2π/λ into λ divided by 3. അപ്പോ നമുക്ക് എന്ത് കിട്ടും? 2π/3 ശരിയല്ലേ? ഇൻറ്റു 2 കൂടെ ഉണ്ടാവും. ശരി, കാരണം 5/2 ആണ്. അപ്പൊ ആ 2കൾ തമ്മിൽ ക്യാൻസൽ ആവും. 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് ബാക്കി ആരുള്ളത്? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4I0 ഇൻറ്റു നോക്കൂ cos π/3. ശരിയല്ലേ? cos π/3 ആണ് നമുക്ക് അവിടെ കിട്ടുക. cos π/3 60. അപ്പൊ 60ന്റെ പിന്നെ cos 60 എത്രയാണ്? cos 60 is 1/2. അപ്പൊ 1/2ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് 1/4 കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു നോക്കൂ 4I0യെ നമ്മൾ ഓൾറെഡി ഇവിടെ k എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോ എന്താ ആൻസർ? k divided by 4 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്തും. For the final answer is k/4. A beam of light of wavelength 650 nanometer is used to obtain interference fringes in YDSE. Screen distance 1.5 meter with slit separation of 3 millimeter. The distance of the third fringe on the screen from central maximum ആണ് question. അപ്പോ nth bright fringe in the equation മതി. That means yn is equal to n capital D lambda divided by small d. n is equal to 0, 1, 2, etc. That is equal to നോക്കൂ ഇവിടെ n എത്ര? തേർഡ്. അപ്പോ 3 into capital D is 1.5. lambda is 650 into 10 raised to minus 9 whole divided by നമുക്ക് വേണ്ടത് സ്മോൾ d ആണ്. സ്ലിറ്റ് സെപ്പറേഷൻ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 into 10 raised to minus 3. റെഡി ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ n 3 ഉണ്ട്. അപ്പോ ഈ 3 നമ്മൾ ക്യാൻസൽ ചെയ്തു. 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആരുള്ളത് അവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 into 650 ആണല്ലോ. 1.5 വേറൊന്നും നമുക്ക് മിസ് ചെയ്തിട്ടില്ലല്ലോ. യെസ്, ആ 1.5 into 650 അപ്പൊ അത് എത്ര ഉണ്ടാവും? 650യോട് കൂടി 650യുടെ പകുതി ആഡ് ചെയ്യാം അല്ലെ? 650യുടെ പകുതി എത്രയാണ്? 375 ആഡ് ചെയ്ത് 325. അപ്പൊ 325 ആഡ് ചെയ്താൽ 975 into 10 raised to minus 6 അല്ലെ? 10 raised to minus 3ഉം minus 9ഉം ക്യാൻസൽ ചെയ്തു. അപ്പോ ഇത്രയും മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദ ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ itself is correct. A beam of light consisting of two wavelengths ഏതൊക്കെയാണ്? 650 nanometer and 520 nanometer. This is an important question. Okay. Is used to obtain interference fringes in YDSE. The least distance from central maximum where bright fringes due to both wavelengths coincide. ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന്റെ ആപ്റ്റ് മെത്തേഡിലല്ല പല സ്ഥലത്തും ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവിടെ ബ്രൈറ്റ് ഫ്രിഞ്ചസ്, അതായത് രണ്ട് വേവ് ലെങ്ത്തും ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കും. അതിലെ ഏതൊക്കെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്, അത് ലീസ്റ്റ് ഡിസ്റ്റൻസ്. ആദ്യമായിട്ട് രണ്ടിന്റെയും ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഒരുപക്ഷെ ഒരു വേവ് ലെങ്ത്തിന്റെ മൂന്നാമത്തതും വേറെ വേവ് ലെങ്ത്തിന്റെ അഞ്ചാമത്തതും ആവാം കോയിൻസൈഡ് ചെയ്യുന്നത്, നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ, എന്തായാലും ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. സെൻട്രലിൽ നിന്ന് ആ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോ yn ഷുഡ് ബി ഈക്വൽ ടു yn ഡാഷ്. ഒന്നാമത്തതിന്റെ nth ബ്രൈറ്റ് ഫ്രിഞ്ചും രണ്ടാമത്തതിന്റെ n ഡാഷ് ബ്രൈറ്റ് ഫ്രിഞ്ചും ആണ് കോയിൻസൈഡ് ചെയ്യുന്നത് എന്ന അസംപ്ഷനിലാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോ നമുക്ക് ബാക്കി എങ്ങനെ കൊടുക്കാം? n capital D lambda divided by small d. That must be equal to n dash capital D മാറ്റില്ല, lambda മാറും, divided by d മാറ്റില്ല. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ d by d ആണ് ക്യാൻസൽ ചെയ്യുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n lambda equal to n dash lambda dash നൽകി, equal to n dash lambda dash. മനസ്സിലായോ? ഇനി നമുക്ക് n ന്റെയും n ഡാഷിന്റെയും വാല്യൂസ് ആണ് നമുക്ക് ആവശ്യം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
n divided by n dash is equal to lambda dash lambda dash divided by lambda. എന്താ ലാംഡ ഡാഷ്? രണ്ടാമത്തെ എത്ര? 520. അപ്പോൾ 520 നാനോമീറ്റർ ക്യാൻസൽ ആവും. ഡിവൈഡഡ് ബൈ 650 നാനോമീറ്റർ. ശരിയല്ലേ? യെസ്. നോക്കൂ, 0 കട്ട് ചെയ്തു. ഇനി ഇതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് റേഷ്യോയിൽ നമ്മൾ എഴുതാണ്. അപ്പോ 52ലും 65ലും പോകുന്നത് ആരാ? 65ലും 52ലും പോകുന്നത്. അപ്പൊ നമ്മളെ നോർമൽ സാധനങ്ങളൊന്നും പോകില്ല അല്ലെ. നേരെ കുറച്ച് നോക്കൂ, 52ന്റെ പകുതി എത്ര? 26. 26ന്റെ പകുതി എത്ര? 13. ഓക്കെ, അപ്പൊ 13 52ല് പോകും, 65ല് 13 പോകും അല്ലെ. 52 ഓൾറെഡി ഉണ്ട്, 52നോട് കൂടി ഒരു 13 കൂടി ആഡ് ചെയ്താൽ 65 കിട്ടി ഓൾറെഡി. അപ്പൊ നോക്കൂ, 52ല് 4 ഉണ്ട്, 65ല് 5 ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നന്നായിട്ട് അറിയുന്ന, 13ന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്ന ആൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 4/5 ഇനി നമുക്ക് ചെയ്യാനില്ല. റെഡിയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തതിന്റെ, അതായത് n4ഉം n-5ഉം കിട്ടി. അതായത് 650 നാനോമീറ്ററിന്റെ 4th ബ്രൈറ്റ് ഫ്രിഞ്ചും 520 നാനോമീറ്ററിന്റെ 5th ബ്രൈറ്റ് ഫ്രിഞ്ചും കോയിൻസൈഡ് ചെയ്യും എന്ന് മനസ്സിലായി. അപ്പൊ ഇനി കാര്യങ്ങൾ സിമ്പിൾ ആയി. ഇനി നിങ്ങൾ എന്നിന്റെ വാല്യൂ ഇവിടെ നമുക്ക് ഇതെങ്ങനെ പറയാം? യെസ്, അതായത് എന്നിന്റെ വാല്യൂ ആണ് 4, n ഡാഷിന്റെ വാല്യൂ ആണ് നമുക്ക് 5 കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾ n ആണെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n ഡാഷ് ആണെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആൻസർ ആയി. നോക്കൂ, therefore yn is equal to n capital D lambda divided by small d. That is equal. ഞാൻ n 4 എടുത്തു. അപ്പൊ 4 into d ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? d തന്നിട്ടില്ലേ? യെസ്, ഇതാ അവിടെ തന്നിട്ടുണ്ട്. d2 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലിറ്റ് സെപ്പറേഷൻ 2 മില്ലിമീറ്റർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 into ലാംഡ അവിടെ എത്രയാണ്? 650 into 10 raised to -9 ഡിവൈഡഡ് ബൈ സ്മോൾ d എടുക്കാൻ നമ്മളോട് പറഞ്ഞത് 2 മില്ലിമീറ്റർ ആണ്. അപ്പൊ 2 into 10 raised to -3. നമുക്ക് 2കളെ ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്കുള്ളത് ആരുടെ? നമുക്കുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 650. അപ്പോ 650ന്റെ ഡബിൾ നമുക്ക് കിട്ടി. ഡബിൾ എടുത്തതിന് ഇപ്പൊ എത്ര കിട്ടി നമുക്ക്? 2600 into 10 raised to -6 എന്ന് കിട്ടും. ആൻസർ നാനോമീറ്ററിലുള്ളത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.6 into 10 raised to -9 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.6 മൈക്രോമീറ്റർ. നമുക്ക് ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി is correct. 2.6 micrometer is correct. In a double slit experiment, the angular width of a fringe is found to be 0.2 degree. Okay, on a screen placed 1 meter away. Screen distance 1 meter. The wavelength of light is used is 600 nanometer. What will be the angular width of fringe if the entire experimental apparatus is immersed in water? Refractive index of water. അപ്പൊ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് കാണാനാണ് ചോദ്യം. പക്ഷെ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്താണ്. പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് ലീനിയർ വിഡ്ത്ത് ആണെങ്കിൽ നമുക്കറിയാം ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ നോക്കൂ, തീറ്റ ഡാഷ് ആണ്. എന്താ പ്രശ്നം? തീറ്റ ഡിവൈഡഡ് ബൈ എൻ കൊടുക്കാം. ഓക്കെ, യെസ്. നോക്കൂ, നമുക്ക് വാല്യൂസ് കൊടുക്കാം. വാല്യൂസ് അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഇവിടെ ഓൾറെഡി ഗിവൺ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.2. നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം നമ്മുടെ ഓപ്ഷനും ഡിഗ്രിയിൽ തന്നെയാണുള്ളത്. ആ 0.2 ഡിവൈഡഡ് ബൈ 4/3. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ എത്ര? 0.3 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15 ഡിഗ്രി. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. വാട്ട് ഈസ് ദ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോർ എയർ ടു ഗ്ലാസ് ട്രാൻസിഷൻ? എയർ ടു ഗ്ലാസ് ട്രാൻസിഷനിലെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ് ചോദ്യം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് തന്നിട്ടുണ്ട് 1.5. ഓക്കെ, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ്. അപ്പോ നമുക്ക് ഇക്വേഷൻ അങ്ങനെ കൊടുക്കാം. n is equal to tan ip. n is equal to tan ip അല്ലെങ്കിൽ ib. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്
n 3/2 അല്ലെ 1.5 ആണ്. അപ്പോൾ tan IP is equal to 1.5 or IP എത്രയാണ് tan inverse 1.5 tan inverse 1.5 ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നോക്കൂ, നമുക്ക് പരിചയമുള്ള വാല്യൂ അല്ല എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് എന്ന് കരുതി ഒരിക്കലും ഭയപ്പെടരുത്. വളരെ ടെക്നിക്കലി ആ വാല്യൂനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. നോക്കൂ, ഇപ്പോൾ tan 45ന്റെ വാല്യൂ എത്ര? tan 45 that is equal to 1. Ready? Then tan 60 എത്രയാണ്? tan 60 is √3 that is equal to 1.73. നമുക്ക് എത്ര ഉള്ളത്? നമുക്കുള്ളത് 1.5. 1.73 ഉണ്ടോ? ഇല്ല. അപ്പൊ 1നേക്കാൾ കൂടുതലാണ്, എന്നാൽ 1.73യേക്കാൾ കുറവാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ആംഗിൾ നമ്മൾക്ക് വേണ്ട ആംഗിൾ 45ന്റെയും 60ക്കും ഇടയിലാണ്. 45ക്കും 60ക്കും ഇടയിൽ വേറെ ഏതെങ്കിലും വാല്യൂസ് ഇവിടെ ഉണ്ടോ? ഇതാ നോക്കൂ, ഇത് അല്ല. Yes, this is okay. The okay ആണോ? അല്ല. Therefore, the answer is 56.31 degrees, the right answer. Light of wavelength 5000 angstrom. Wavelength തന്നിട്ടുണ്ട് 5000 angstrom. Falls on a plane reflecting surface. The wavelength and frequency of the reflected light are respectively. Wavelength and frequency of reflected. Frequency മാറ്റമുണ്ടോ? ഇല്ല. പക്ഷെ മാറ്റില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ഫ്രീക്വൻസി കണ്ടെത്തണം. നോക്കാം നമുക്ക്. മാത്രമല്ല ഒരു കാര്യം, റിഫ്ലക്റ്റഡ് ലൈറ്റിന്റെ ആണ്. റിഫ്ലക്റ്റഡ് ലൈറ്റിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? ഇൻസിഡന്റ് ലൈറ്റിന്റെ അതേ ഫ്രീക്വൻസി, അതേ വേവ് ലെങ്ത്, അതേ സ്പീഡ് തന്നെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഉണ്ടാവുക. അപ്പോ ആൻസറിൽ ഒരു കാര്യം ഇപ്പൊ തന്നെ കിട്ടി. വേവ് ലെങ്ത് എത്രയാണ്? 5000 ആംഗ്സ്ട്രോം. അപ്പൊ 5000 നോക്കൂ, ഇവിടെ ഉണ്ട്. അപ്പൊ സിഒ ഡി ആണോ ആൻസർ? ഇനി ഫ്രീക്വൻസി കണ്ടെത്താം. ആ ഫ്രീക്വൻസി എങ്ങനെ കണ്ടെത്താം? ഫ്രീക്വൻസി നോക്കൂ, ന്യൂ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ. ഓക്കെ, വി എത്ര? 3 × 10⁸ ഡിവൈഡഡ് ബൈ ലാംഡ 5000 or 5 × 10⁻⁻7. ക്ലിയർ? ആംസ്ട്രോങ് 10⁻10 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ നോക്കൂ 30 ഡിവൈഡഡ് ബൈ 5 എത്ര? 6. അപ്പൊ 6 × 10⁻, അപ്പൊ 30 എടുത്താണ് 7 അവിടെ, അപ്പൊ 14 ആയി. താഴത്തും കൂടി പോയി കഴിഞ്ഞാൽ 14. അപ്പൊ 6 × 10⁻14 ഹെർട്സ് ഉണ്ടോ? യെസ്, ഹിയർ ഇറ്റ് ഈസ്, ഇവിടെ ഉണ്ട്. Therefore the answer is C അല്ല, ഓപ്ഷൻ ഡി is correct.